വെൽക്കം ടു ആഷൻ ലിറ്ററേച്ചർ. 9ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് യൂണിറ്റ് 1 തേർഡ് ചാപ്റ്റർ നത്തിങ് ട്വൈസ്. നമ്മൾ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി ഡിസ്കസ് ചെയ്തു, ക്വസ്റ്റൻ ആൻസേഴ്സും കംപ്ലീറ്റ് ചെയ്തു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഈ ചാപ്റ്ററിൻ്റെ ആക്ടിവിറ്റീസ് ആണ്. ഈ ഒറ്റ വീഡിയോയിൽ ഈ ചാപ്റ്ററിൻ്റെ മുഴുവൻ ആക്ടിവിറ്റീസും നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. ഫസ്റ്റ് ആക്ടിവിറ്റി, ലെറ്റ്സ് റീകോൾ ആൻഡ് റീക്രിയേറ്റ്. അതിലെ ആക്ടിവിറ്റി 1. Poets use different kinds of images to enhance the meaning of poems. These can be visual, auditory, olfactory, tactile, gustatory, kinesthetic, etc. പലതരത്തിലുള്ള ഇമേജസ് കവിതയിൽ ഉപയോഗിക്കാറുണ്ട്. വിഷ്വൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നത്, റോസ് കണ്ടോ, നമ്മൾ റോസാപ്പൂവാണ് എന്ന് കണ്ടു. ഓഡിറ്ററി എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കുന്നത്. മെൻഷൻ യുവർ നെയിം, നിൻ്റെ പേര് പറഞ്ഞപ്പോൾ. സം ഐഡൽ ടങ്, അല്ലെ, വെറുതെ ഇരിക്കുന്ന നാക്ക് നിൻ്റെ പേര് പറഞ്ഞപ്പോൾ എന്നൊക്കെ പറയുന്നത് ശബ്ദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഓൾഫാക്ടറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണവുമായി ബന്ധപ്പെട്ടത്, ഇവിടെ സെൻറ്റ് പറയുന്നുണ്ട്. കിനസ്തെറ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡി മൂവ്മെൻറ്റ്സ്, അനക്കവുമായി ബന്ധപ്പെട്ട. ഫ്ലീറ്റിംഗ് ഡേ, അല്ലെ, ഒഴുകി പോകുന്ന, വേഗം നീങ്ങുന്ന ദിവസം. ടാക്ടൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊടുന്നതുമായി ബന്ധപ്പെട്ടതാണ്. കിസ്സസ്, ചുംബനം. അപ്പോൾ അതിൽ എ. Now list the instances of imagery and mention their significance in the poem. One has been done for you. ഇനി ഇതിൽ നിന്ന് നമുക്ക് കവിതയിൽ നിന്നുള്ള എക്സാമ്പിൾസ് ഇതിലേക്ക് ഉപയോഗിക്കാം. കിനസ്തെറ്റിക്കിൻ്റെ ഓൾറെഡി തന്നിട്ടുണ്ട്. ഇഫ് എ റോസ് were flung into the room, റോസുകൾ മുറിയിലേക്ക് എറിയപ്പെട്ടാൽ അവിടെ ഒരു മൂവ്മെൻ്റ് ആണ്, അല്ലേ, ഒരു അനക്കമാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ സിഗ്നിഫിക്കൻസ് എന്താ, അതിൻ്റെ പ്രത്യേകത? ഇറ്റ് സിംബലൈസസ് യുണീക്ക് ആൻഡ് അൺറിപ്പീറ്റബിൾ മൊമെൻറ്റ്സ്. വീണ്ടും ആവർത്തിക്കപ്പെടാത്ത നിമിഷങ്ങളെക്കുറിച്ചാണ്, അല്ലേ, അവിടെ പരാമർശിക്കുന്നത്. ഒരിക്കൽ സംഭവിച്ചാൽ വീണ്ടും സംഭവിക്കാത്ത കാര്യത്തെപ്പറ്റി. അതുപോലെയാണ് നമുക്ക് വിഷ്വലും ഓഡിറ്ററിയും ഓൾഫാക്ടറിയും ടാക്ടൈലും കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ആരും തന്നെ വിഷ്വലിൽ നമുക്ക് റോസ് എഴുതാം, റോക്ക് എഴുതാം, ക്ലോക്ക് എഴുതാം. ഓഡിറ്ററിയിൽ സം ഐഡൽ ടങ്, മെൻഷൻസ് യുവർ നെയിം. ഓൾഫാക്ടറിയിൽ ഓൾ ഹ്യൂ ആൻഡ് സെൻറ്റ്. ടാക്ടൈൽ പ്രിസൈസ്ലി ദ സെയിം കിസ്സസ്. ഇതിൻ്റെയൊക്കെ പ്രത്യേകതകൾ എന്താ? ആദ്യത്തെ റോസിൻ്റെ കാര്യം പറയുമ്പോൾ ഇറ്റ് കമ്പയർസ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ് വിത്ത് ദ പാസിംഗ് ഓഫ് ടൈം ആൻഡ് എൻഡ് ഓഫ് ലൈഫ്. ലൈഫിൻ്റെ ഭംഗി കാണിക്കാൻ റോസിനെയും എന്നാൽ അവസാനം കാണിക്കാൻ റോക്കിനെയുമാണ് അവിടെ അവതരിപ്പിക്കുന്നത്, അല്ലേ. അതുപോലെ നിൻ്റെ പേര് മെൻഷൻ ചെയ്യുന്നു എന്ന് പറയുന്നിടത്ത് ഇറ്റ് ഷോസ് ഹൗ എ സിമ്പിൾ വേർഡ് ക്യാൻ ബ്രിങ് ബാക്ക് ഡീപ്പ് ഇമോഷൻസ് ആൻഡ് മെമ്മറീസ്. ഒരു വാക്കിന് എങ്ങനെയാണ് ഒരുപാട് ഇമോഷൻസും ഓർമ്മകളും കൊണ്ടുവരാൻ സാധിക്കുന്നത് എന്നവിടെ കാണിക്കുന്നു. പിന്നെ കിസ്സസ്, അല്ല, ഇറ്റ് ഷോസ് ലവ് ആൻഡ് അഫെക്ഷൻ, സ്നേഹവും അടുപ്പവും ഒക്കെ കാണിച്ചു തരുന്ന വരികളാണ് അവ. ബട്ട് റിമൈൻഡ്സ് us ദാറ്റ് എവ്രി മൊമെൻറ്റ് ഈസ് ഡിഫറെൻറ്റ്. എന്നാൽ ഓരോ നിമിഷവും വ്യത്യസ്തമാണ്, ഓരോ ചുംബനങ്ങളും വ്യത്യസ്തമാണ് എന്നും പറഞ്ഞു വയ്ക്കുന്നു. നൗ റൈറ്റ് എ പാരഗ്രാഫ് അബൌട്ട് ദ ഇമേജറി ഇൻ ദ പോയം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചാപ്റ്ററിലെ ഇമേജസിനെ പറ്റി ഒരു പാരഗ്രാഫ് എഴുതാനാണ് പറയുന്നത്. നമുക്ക് എഴുതാം. ദ പോയം യൂസസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇമേജറി. പലതരത്തിലുള്ള ഇമേജറികൾ ഉപയോഗിക്കുന്നുണ്ട്. ടു എക്സ്പ്ലെയിൻ ടൈം, ലവ്, ലൈഫ്. സമയം, സ്നേഹം, ജീവിതം, ഇവയെപ്പറ്റി മെയിനായിട്ടും പറയാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ദ റോസ് ആൻഡ് റോക്ക് ഷോ ഹൗ ലൈഫ് ആൻഡ് റിലേഷൻഷിപ്പ് ചേഞ്ച്. അല്ലേ, ഇവിടെ റോസ് സ്നേഹമാണ് കാണിക്കുന്നതെങ്കിൽ റോക്ക് കാണിച്ചു തരുന്നത് മരണമാണ്. ദ ക്ലോക്ക് ഷോസ് ദ ടൈം നെവർ സ്റ്റോപ്സ്. ക്ലോക്ക് എന്താ സൂചിപ്പിക്കുന്നത്? സമയം നിൽക്കുന്നേ ഇല്ല എന്നുള്ളത്. മെൻഷനിങ് എ ലവ്ഡ് വൺസ് നെയിം ക്രിയേറ്റ് സ്ട്രോങ് ഇമോഷൻസ്. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളുടെ പേര് പറയുമ്പോൾ അതുണ്ടാക്കുന്നതോ വളരെ സ്ട്രോങ് ആയ ഇമോഷൻസ് ആണ്. ദ സെൻറ്റ് ആൻഡ് കിസ്സസ് മേക്ക് ദ ഫീലിങ്സ് മോർ റിയൽ ആൻഡ് മീനിങ് ഫുൾ. മണത്തെക്കുറിച്ചും ചുംബനത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഫീലിങ്സ് കുറച്ചും കൂടി യാഥാർത്ഥ്യമാകുന്നു, മീനിങ് ഫുൾ ആകുന്നു, അല്ലെ, അർത്ഥവത്താകുന്നു. അങ്ങനെ ഇമേജസ് ഉപയോഗിക്കുന്നത് വഴി ഈ കവിത കുറച്ചുകൂടി ഹൃദയസ്പർശിയായി മാറുന്നു. ആക്ടിവിറ്റി 2ലേക്ക് പോവാം. കംപ്ലീറ്റ് ദ ഫോളോയിങ് വർക്ക്ഷീറ്റ്. നമുക്കൊരു വർക്ക്ഷീറ്റ് തന്നിട്ടുണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യാം. ആദ്യം തന്നെ ടൈറ്റിൽ ഓഫ് ദ പോയം. നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് ആണ് ഇവിടെ എഴുതി കൊടുക്കുന്നത്, കേട്ടോ. ടൈറ്റിൽ ഏതാ? നത്തിങ് ട്വൈസ്. ഇൻട്രൊഡക്ഷൻ അബൌട്ട് ദ പോയറ്റ് written by Wisława Szymborska, a world-renowned Nobel Prize winning Polish poet. ഒരു പോളിഷ് കവിയാണ്, നൊബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്, ലോക പ്രശസ്തനാണ്. തീം ഓഫ് ദ പോം. ഈ കവിതയുടെ തീം എന്തൊക്കെയാ? അൺറിപ്പീറ്റബിൾ നേച്ചർ ഓഫ് ടൈം. വീണ്ടും ആവർത്തിക്കപ്പെടാത്ത സമയത്തിൻ്റെ സ്വഭാവം. സമ്മറിക്ക് ഒരു ചെറിയ ലൈനേ ഉള്ളൂ, അപ്പോൾ നമ്മൾ ചെറുതായിട്ട് എഴുതി കൊടുക്കാം. എവ്രി സിംഗിൾ മൊമെൻറ്റ് ഇൻ ലൈഫ് ഒക്കേഴ്സ് ഓൺലി വൺസ് ആൻഡ് ക്യാൻ നെവർ ബി റിപ്പീറ്റഡ്. ലൈഫിലുണ്ടാകുന്ന കാര്യങ്ങൾ ഒരു തവണയേ സംഭവിക്കുകയുള്ളൂ, അത് വീണ്ടും ആവർത്തിക്കില്ല. സ്ട്രക്ചർ ഓഫ് ദ പോയം എന്താ? ദ പോയം കൺസിസ്റ്റ് ഓഫ് 7 stanzas, ഈച്ച് കണ്ടെയ്നിങ് 4 lines. 7 സ്റ്റാൻസയാണുള്ളത്, 4 ലൈനുണ്ട്. അതിൽ 4 ലൈനുള്ള സ്റ്റാൻസകളെ നമ്മൾ ക്വാട്രെയിൻസ് എന്നാണ്, കേട്ടോ, പറയാം. പോയറ്റിക് ഡിവൈസ്. അലിട്രേഷൻ്റെ എക്സാമ്പിൾ നമുക്ക് എഴുതാം. വൈ ഡു വി. എന്നുള്ള സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നതായിട്ട് കാണാം.
പിന്നെ അസോനൻസിനൊരു എക്സാമ്പിൾ അറൈവ് ഹിയർ ഇംപ്രൊവൈസ്ഡ് ഐ സൗണ്ടിൻ്റെ റെപ്പിറ്റേഷൻ. പിന്നെ റൈം സ്കീം ABAB ആണ്. റൈമിംഗ് വേർഡ്സ് ഡംബ് സമ്മ ഡൺസ് വൺസ് ക്ലോക്ക് റോക്ക് മീ ബി ഒക്കെ എക്സാമ്പിൾ ആണ്. ഇമേജസ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലേ, വിഷ്വൽ, ഓഡിറ്ററി, കിനസ്തെറ്റിക്, ടാക്ടൈൽ ഒക്കെ ഉണ്ട്. ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് മെറ്റഫറും ഉണ്ട്, സിമിലിയും ഉണ്ട്. മെസ്സേജ് ഓഫ് ദ പോയം എന്താണ്? ടൈം ഈസ് അൺസ്റ്റോപ്പബിൾ ആണ് മെസ്സേജ്. നമ്മുടെ വ്യൂ എന്താ? പോയം ഇസ് ബ്രില്യൻറ്റ്. ഇറ്റ് ഗീവ്സ് കംഫർട്ടിംഗ് മെസ്സേജ് അബൌട്ട് ലിവിങ് മൈൻഡ്ഫുള്ളി. മനസ്സറിഞ്ഞ് ജീവിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് അത് തരുന്നുണ്ടല്ലേ. ബി എന്താ? നൗ റൈറ്റ് എ നോട്ട് ഓഫ് അപ്രീസിയേഷൻ ഓഫ് ദ പോയം യൂസിങ് ദ ഡീറ്റെയിൽസ് ഇൻ ദ വർക്ക്ഷീറ്റ്. വർക്ക്ഷീറ്റ് ഇപ്പോൾ കംപ്ലീറ്റ് ആക്കിയതുകൊണ്ട് ആ ഇൻഫർമേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു അപ്രീസിയേഷൻ എഴുതാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എഴുതാം. നത്തിങ് ട്വൈസ് ബൈ വിസ്ലോവ സിംബോർസ്ക ഈസ് എ ഫിലോസഫിക്കൽ പോയം. അതൊരു ഫിലോസഫിക്കലായ കവിതയാണ്. അബൌട്ട് ദ യുണീക്നെസ് ഓഫ് ലൈഫ് ആൻഡ് പാസിംഗ് ഓഫ് ടൈം. ജീവിതത്തിൻ്റെ കടന്നുപോക്കിനെ പറ്റിയും സമയത്തിൻ്റെ കടന്നുപോക്കിനെ പറ്റിയും. ദ പോയിറ്റ് റിമൈൻഡ്സ് us that every moment happens only once, so we should value and enjoy the present. നിമിഷങ്ങൾ ഒരിക്കൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ, അതുകൊണ്ട് ഇന്ന് എന്നത് നമ്മൾ എൻജോയ് ചെയ്ത് അതിന് വില കൊടുത്ത് ജീവിക്കണം. ദ പോം ഹാസ് 7 quatrains. 7 quatrains ആണ്. ക്വാട്രൈൻസ് എന്ന് പറഞ്ഞാൽ 4 വരികളുള്ള 7 സ്റ്റാൻസ വിത്ത് ആൻ ABAB റൈം സ്കീം which gives it a smooth and musical flow. ABAB ആയതുകൊണ്ട് നല്ലൊരു ഫ്ലോ ഉണ്ട് കവിതയ്ക്ക്. ദ പോയിറ്റ് യൂസസ് മെറ്റഫർ ഉണ്ട്, സിമിലി, സിംബോളിസം, ഇമേജറി to express her ideas. The rose symbolizes love and beauty, while clock reminds us that time never stops. The comparison of 2 drops of water shows that every person is unique, even if they seem similar. 2 ആളുകളെ കണ്ടാൽ ഒരുപോലെ തോന്നുമെങ്കിലും അവർ 2 വെള്ളത്തുള്ളികൾ പോലെയാണ്, വ്യത്യസ്തമാണ് എന്ന് പറയുന്നു. The tone of poem is hopeful and encouraging. Encouraging ആണ്, പ്രതീക്ഷ നൽകുന്നതാണ് ടോൺ. Through simple language and beautiful poetic device, Szymborska inspires us to accept change, cherish every moment, and live life to the fullest, because nothing in life happens twice. മാറ്റങ്ങളെ അംഗീകരിക്കാനും ഓരോ നിമിഷവും എൻജോയ് ചെയ്യാനും അങ്ങനെ ജീവിതം അതിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കാനായിട്ട് കവി നമ്മളെ പ്രേരിപ്പിക്കുന്നു. ലെറ്റ്സ് അനലൈസിലേക്ക് പോകാം. ആക്ടിവിറ്റി 1, റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസ് ഫ്രം ദ സ്റ്റോറി ഹാഫ് എ ഡേ. ഐ എം നോട്ട് പണിഷിങ് യു, ആം ഐ? പുട്ട് എ സ്മൈൽ ഓൺ യുവർ ഫേസ്, വോണ്ട് യു? ഈ 2 സെൻറ്റൻസും നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററായ ഹാഫ് എ ഡേയിലുള്ളതാണ് അല്ലേ. വി യൂസ് ക്വസ്റ്റ്യൻ ടാഗ്സ് ടു സീക്ക് കൺഫർമേഷൻ ഫ്രം ദ ലിസണേഴ്സ്. എന്താണ് ക്വസ്റ്റ്യൻ ടാഗ്? നമ്മളൊരു കാര്യം പറയുന്നു, അത് അങ്ങനെ തന്നെ അല്ലേ എന്നൊന്നുകൂടി ചോദിക്കുക. ഐ എം നോട്ട് പണിഷിങ് യു, ഞാൻ തന്നെ പണിഷ് ചെയ്യുകയല്ല. ആം ഐ? ആണോ? ഒന്നും കൂടി ഒന്ന് ഉറപ്പ് വരുത്തുക. പുട്ട് എ സ്മൈൽ ഓൺ യുവർ ഫേസ്, മുഖത്തൊരു ചിരി കാണിച്ചേ. വോണ്ട് യു? കാണിക്കില്ലേ? ഒന്നും കൂടി ചോദിക്കുന്നു. ശ്രദ്ധിക്കണം, സെൻറ്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആയിരിക്കും, സെൻറ്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആയിരിക്കും. ഇവിടെ നോക്ക്, ഐ ആം നോട്ട് പണിഷിങ് യു, സെൻറ്റൻസ് നെഗറ്റീവ് ആണല്ലേ, നോട്ട് ഉണ്ട്, അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം, ആം ഐ. Now analyze the following sentences and find the relationship between the verb phrase in each statement and question tag. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ സെൻറ്റൻസിലെ വെർബ് ഏതാണെന്ന് എഴുതണം, ക്വസ്റ്റ്യൻ ടാഗിലെ വെർബ് ഏതാണെന്ന് എഴുതണം. കണ്ടുപിടിക്കാം. ദിസ് ഈസ് യുവർ ന്യൂ ഹോം, ഇസൻറ്റ് ഇറ്റ്? ദിസ് ഈസ് യുവർ ന്യൂ ഹോം ആണ് സെൻറ്റൻസ് അല്ലേ, സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ. അതിൽ വെർബ് ഈസ് ആണ്. ക്വസ്റ്റ്യൻ ടാഗിലെയോ ഇസൻറ്റ് ഇറ്റ്, അതിലേതാ? ഇസൻറ്റ്. ദർ ഇസ് നത്തിങ് അമിസ്, ഈസ് ദെയർ? ഈസ് വരും സെൻറ്റൻസിലേത്, സെൻറ്റൻസിലെ വെർബ്, ടാഗിലെ വെർബും ഈസ് തന്നെ. അതെന്തുകൊണ്ടാണ്? ആ സെൻറ്റൻസ് നെഗറ്റീവാ അല്ലേ. ദർ ഇസ് നത്തിങ് എന്നൊരു വേർഡ് വന്നു, അപ്പോൾ ആ സെൻറ്റൻസ് നെഗറ്റീവായി, അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ്, ഈസ് ദെയർ. മൈ മദർ സ്റ്റുഡ് അറ്റ് ദ വിൻഡോ, ഡിഡൻ ഷീ? സ്റ്റുഡ് ആണല്ലേ അവിടുത്തെ വെർബ്, ഡിഡൻ്റ് ആണ് ടാഗിൽ. അടുത്തത് വേർ, വെറൻറ്റ്, ആം, ആറൻറ്റ്. ബിഗിൻ, ഡോണ്ട്, ഹാസ് ലോവേർഡ്, ഹാസൻറ്റ്. കെയർസ്, ഡസൻറ്റ്. വിൽ സെറ്റിൽ, വോണ്ട്. ഹാഡ്, ഡിഡൻറ്റ്. ബി, വോണ്ട്. ലെറ്റ് മീ ടേക്ക് എന്ന് തന്നെ വരും. ഇവിടെ ഷാൾ, സീംഡ്, ഡിഡ്, കുഡ് ഇമാജിൻ, കുഡ്. ഓക്കെ, നോ കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ. ഇവിടെ നറേറ്ററും ഒരു ഫ്രണ്ടും തമ്മിലുള്ള സംഭാഷണം കൊടുത്തേക്കുക, അത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. അപ്പം നറേറ്റർ പറയുന്നു, അവർ സ്കൂൾ ഇസ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്, ഇസൻറ്റ് ഇറ്റ്? ഫ്രണ്ട് പറയുന്നു, റിയലി ഐ ലവ് ഇറ്റ്, യു ടു ലൈക്ക് ഇറ്റ്? നിനക്കും ഇഷ്ടമായി അല്ലേ, പോസിറ്റീവാണ്, അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ്, ഡോണ്ട് യു? Narrator, yes I do, our teachers care for us. Friend പറയുന്നു, they will not let anything amiss happen to us. Will they? Narrator, the head lady really cares for us, doesn't she? Cares എന്നാണ് കേട്ടോ.
ഡസ് പ്ലസ് കെയർ ആണ് കെയേഴ്സ്. അപ്പോൾ ഡസൻ ഷീ വരും ക്വസ്റ്റ്യൻ ടാഗ്. ഫ്രണ്ട്, yeah, we have different kinds of toys here. They let us play with them, don't they? Narrator, yes, but only during leisure time. Let's go and play, shall we? ലെറ്റസ് വരുന്ന കാര്യങ്ങൾക്കൊക്കെ ഷാൽ വി ആയിരിക്കും ക്വസ്റ്റ്യൻ ടാഗ്. അടുത്തതായി ആക്ടിവിറ്റി 2. നൈനിക, a class 9 student, went home and narrated the story half a day to her younger brother. The first few sentences of Nainika's narration are given below. അപ്പോൾ നൈനിക സ്കൂളിൽ ഹാഫ് എ ഡേ എന്ന ചാപ്റ്റർ പഠിച്ച് വീട്ടിൽ പോയി ആ കാര്യം പറഞ്ഞു കൊടുക്കുക കേട്ടോ. നിതിൻ, ഐ റെഡ് ആൻ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ടുഡേ. ഞാനിന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു കഥ വായിച്ചു. ഇറ്റ്സ് എ സ്റ്റോറി ഓഫ് എ ലിറ്റിൽ ബോയ്. അതൊരു ചെറിയ ആൺകുട്ടിയുടെ കഥയാണ്. ഹി വാസ് ടേക്കൻ ടു സ്കൂൾ ഫോർ ദ ഫസ്റ്റ് ടൈം ബൈ ഹിസ് ഫാദർ. അവൻ്റെ പിതാവ് ആദ്യമായിട്ട് സ്കൂളിലേക്ക് കൊണ്ടുപോയി. ഓൾ ഹിസ് ക്ലോത്ത്സ്, അവൻ്റെ എല്ലാ ഡ്രസ്സും, ദ ബ്ലാക്ക് ഷൂസ്, ദ ഗ്രീൻ സ്കൂൾ യൂണിഫോം ആൻഡ് ദ റെഡ് ടർബൂഷ് വർ ന്യൂലി ബോട്ട് ഫോർ ദി സ്പെഷ്യൽ ഡേ. ഇതൊക്കെ അവൻ്റെ ഫസ്റ്റ് ഡേക്ക് വേണ്ടി മേടിച്ച സാധനങ്ങളാണ്. വൈൽ ഹി വാസ് വാക്കിംഗ് ടു സ്കൂൾ ഹി വാസ് ബീങ് വാച്ച്ഡ് ബൈ ഹിസ് മദർ. അവൻ സ്കൂളിൽ പോകുന്ന സമയത്ത് അമ്മ അവനെ നോക്കി നിൽപ്പുണ്ടായിരുന്നു. ഹിസ് ഫാദർ ആൻഡ് ഹി ഹാഡ് വാക്ക്ഡ് അലോങ് എ സ്ട്രീറ്റ് ലൈൻഡ് വിത്ത് ഗാർഡൻസ് ഓൺ ബോത്ത് സൈഡ്സ്. അവർ പോയ വഴിക്ക് രണ്ട് സൈഡിലായിട്ട് ഗാർഡനുകൾ ഉണ്ടായിരുന്നു. എക്സ്റ്റെൻസീവ് ഫീൽഡ് ദാറ്റ് ഹാഡ് ബീൻ പ്ലാന്റഡ് വിത്ത് ക്രോപ്സ്, prickly pears, henna trees and a few date palms could be seen on either side of the street. ഇവയൊക്കെ ആ രണ്ട് സൈഡിലായിട്ടും കാണാൻ കഴിയുമായിരുന്നു ഈ പറഞ്ഞ മരങ്ങളൊക്കെ. Now, read the story half a day again and identify the sentences in the story that convey the same meaning. Write the sentences in the given below. ഇതേ കാര്യങ്ങൾ ആ കഥയിലുണ്ടല്ലേ, ആ കഥയിലെ വരികളും നൈനിക പറഞ്ഞു കൊടുത്ത വരികളും എഴുതാനാണ് പറയുന്നത്. All my clothes were new. The black shoes, the green school uniform and the red turbush. എന്നാൽ നൈനിക എന്താ പറഞ്ഞത്? All his clothes, the black shoes, the green school uniform and the red turbush were newly brought for the special day. My mother stood at the window watching us and I would turn toward her from time to time appealing for help. ഇത് ആര് പറഞ്ഞതാ? നമ്മുടെ ഹാഫ് എ ഡേയിലെ കുട്ടി പറഞ്ഞതാ അല്ലേ? എന്നാൽ നൈനിക എന്താ പറഞ്ഞേ? While he was walking to school, he was being watched by his mother. ആ കുട്ടി പറയുന്നു, വി വാക്ക്ഡ് അലോങ് എ സ്ട്രീറ്റ് ലൈൻഡ് വിത്ത് ഗാർഡൻസ്. നൈനികയോ, ഹിസ് ഫാദർ ആൻഡ് ഹീ ഹാഡ് വാക്ക്ഡ് അലോങ് എ സ്ട്രീറ്റ് ലൈൻഡ് വിത്ത് ഗാർഡൻസ് ഓൺ ബോത്ത് സൈഡ്സ്. പിന്നെ കുട്ടി പറഞ്ഞു, ഓൺ ബോത്ത് സൈഡ്സ് വർ എക്സ്റ്റെൻസീവ് ഫീൽഡ്സ് പ്ലാന്റഡ് വിത്ത് ക്രോപ്സ്, prickly pears, henna trees and a few date palms. നൈനികയോ, extensive fields that had been planted with crops, prickly pears, henna trees and a few date palms could be seen on either side of the street. Now, let's analyze the sentences. ഈ രണ്ട് സെൻറ്റൻസുകൾ തമ്മിൽ എന്തോ വ്യത്യാസമുണ്ടല്ലേ? കോളം ബിയിൽ സെൻറ്റൻസസ് ഇൻ കോളം ബി ഡസ് നോട്ട് എംഫസൈസ് ദ ഡൂവർ. ആദ്യത്തേതിൽ കുട്ടി നടന്ന കാര്യങ്ങൾ അവൻ്റെ പെർസ്പെക്റ്റീവ് എന്ന് പറയുക അല്ലേ, ഞാൻ നടന്നപ്പോൾ അമ്മ നോക്കി. എന്നാൽ അവളിത് കേട്ടതിന് ശേഷം അല്ലെങ്കിൽ അറിഞ്ഞതിന് ശേഷം മറ്റൊരാളോട് പറഞ്ഞു കൊടുക്കുക അല്ലേ. അപ്പോൾ അത് പാസീവാണ്. അവൻ പറഞ്ഞത് ആക്റ്റീവ് വോയിസിലും. സെക്ഷൻ ബി നോക്കാം. ദ ഫോളോയിങ് സെൻറ്റൻസസ് ആർ ടേക്കൺ ഫ്രം എ ഫ്യൂ റിയൽ ലൈഫ് സിറ്റുവേഷൻ ഇൻ വിച്ച് ദ പാസീവ് വോയിസ് ഈസ് ഹേർഡ്. ഇവിടെ നമുക്ക് പാസീവിൽ കുറച്ച് സെൻറ്റൻസ് തന്നിട്ടുണ്ട്. അത് ഏത് സന്ദർഭത്തിലാണ് യൂസ് ചെയ്തത് എന്നാണ് നമ്മൾ എഴുതേണ്ടത്. ദി വുമൻസ് റിസർവേഷൻ ബിൽ വാസ് പാസ് ബൈ ദ ലോക്സഭ. അതെന്താണ്? റിപ്പോർട്ടിംഗ് ആൻ ഇവൻറ്റ്. നടക്കുന്ന ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യുകയാണ്. ദ ഡിസിഷൻ ടു കണ്ടക്ട് ദ ടൂർ വാസ് ടേക്കൺ ബൈ ദ ഹെഡ് മിസ്ട്രസ്. അതൊരു ഒഫീഷ്യൽ അനൗൺസ്മെൻ്റ് ആണ് അല്ലേ. ദ സോഫ്റ്റ്വെയർ വാസ് ഇൻസ്റ്റാൾഡ് ഓൺ ദ കമ്പ്യൂട്ടർ. ടെക്നിക്കൽ ഡോക്യുമെൻറ്റേഷൻ. ദ പേഷ്യൻറ്റ് വാസ് എക്സാമിൻഡ് ബൈ ദ ടീം ഓഫ് ഡോക്ടേഴ്സ്. ഹെൽത്ത് കെയർ ആൻഡ് മെഡിക്കൽ റിപ്പോർട്ട്സ്. ദ കോൺട്രാക്ട് വാസ് സൈൻഡ് ബൈ ബോത്ത് പാർട്ടീസ്. ലീഗൽ ഡോക്യുമെൻറ്റ്. ദ ഓർഡർ വാസ് ആക്സെപ്റ്റഡ് ബൈ ദ വെൻഡർ. Business correspondence. A few statements based on the story half a day are given below. Analyze them and note the change in the form of verb. നമുക്ക് നോക്കാം. ആദ്യത്തെ സെൻറ്റൻസ്, ഐ ചാലഞ്ച്ഡ് മൈ ഫാദർ ഓപ്പൺലി. ഇത് ആക്റ്റീവ് ആണ് അല്ലേ. അവിടെ ചെയ്യുന്ന ആൾക്കാണ് പ്രാധാന്യം. ഐ. സെൻറ്റൻസസ് ഇൻ പാസീവ് വോയിസോ നേരെ തിരിഞ്ഞു വരും. മൈ ഫാദർ വാസ് ഓപ്പൺലി ചാലഞ്ച്ഡ് ബൈ മീ. എൻ്റെ അച്ഛൻ എന്നാൽ ചാലഞ്ച് ചെയ്യപ്പെട്ടു. വെർബ് ഏതാണ്? പ്രവൃത്തി സൂചിപ്പിക്കുന്ന വാക്ക് ചാലഞ്ച്ഡ് ആണ്. വെർബ് ഫ്രേസ് ഇൻ പാസീവ് വോയിസോ വാസ് ചാലഞ്ച്ഡ്. ആദ്യം ചാലഞ്ച്ഡ് എന്നുള്ളത് വാസ് ചാലഞ്ച്ഡ് ആയി മാറി പാസീവ് വോയിസിലെത്തിയപ്പോൾ. ഹീ ഈസ് ത്രോയിങ് മീ ഇൻ ടു ദിസ് ബിൽഡിംഗ്. അത് നേരെ തിരിച്ച് ഐ ആം ബീങ് ത്രോൺ ഇൻ ടു ദിസ് ബിൽഡിംഗ് ബൈ ഹിം. വെർബ് ഏതാണ്? ഈസ് ത്രോയിങ് അല്ലേ. അതെന്തായി മാറി? ആം ബീങ് ത്രോൺ ആയി മാറി. ഫാദർ വാസ് സ്റ്റിയറിങ് മീ അവേ ഫ്രം മൈ ഹോം. ഐ വാസ് ബീങ് ടോൺ അവേ ഫ്രം മൈ ഹോം ബൈ ഫാദർ. വാസ് സ്റ്റിയറിങ് വാസ് ബീങ് ടോൺ. The man was sorting us. We were being sorted by the men. Were sorting ആണ് verb. Were being sorted ആയി മാറി.
He has played all sorts of games. All sorts of games have been played by him. Has played ആണ്, അത് have been played ആയി മാറി. They had introduced language to us. Language had been introduced to us by them. Had introduced, had been introduced ആയി. I shall not annoy you. You shall not be annoyed by me. Shall not annoy, shall not be annoyed ആയി മാറി. Your school has won the first prize for one act play in the District English Olympiad. A journalist noted the following points for a news report. അപ്പോൾ ഒരു ജേർണലിസ്റ്റ് അവിടെ വന്ന് ഒരു ന്യൂസ് റിപ്പോർട്ടിന് വേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവിടെ എഴുതിയെടുത്തു. നോക്ക്, ഹാഫ് എ ഡേ, കണ്ണന്താലി HSS, ക്ലാസ് 9 സ്റ്റുഡൻസ്, ഒളിമ്പിയഡ്, നെയിം, ഡേറ്റ് ആൻഡ് ലൊക്കേഷൻ, അങ്ങനെ വേണ്ട കാര്യങ്ങളെല്ലാം എഴുതിയെടുത്തു. ആ ഹിൻഡ് വെച്ചിട്ട് ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കാനാണ് നമ്മളോട് പറയുന്നത്. അപ്പോൾ ന്യൂസ് റിപ്പോർട്ടിന് ആദ്യം ഒരു ടൈറ്റിൽ വേണം അല്ലേ. അപ്പോൾ നമ്മൾ എഴുതി കണ്ണന്താലി HSS വിൻസ് ഫസ്റ്റ് പ്രൈസ് ഇൻ ഡിസ്ട്രിക്ട് ഇംഗ്ലീഷ് ഒളിമ്പിയാഡ്. പിന്നെ സ്ഥലവും ഡേറ്റും കൊടുക്കണം. കണ്ണന്താലി, July 10. Kannantali Higher Secondary School won the first prize for the one-act play at the District English Olympiad held on 10 July. The students of class 9 impressed the judges with their performance of the play Half a Day. Half a Day എന്ന് പറയുന്ന ഒരു പ്ലേ വെച്ചിട്ടാണ് അവർക്ക് ഈ പ്രൈസ് കിട്ടിയത് കേട്ടോ. The play received great appreciation for its meaningful plot and excellent acting. നല്ല പ്ലോട്ടായിരുന്നു, കൂടാതെ നല്ല ആക്ടിങ്ങും. The success was a result of the students' hard work, talent and dedication along with the guidance and support of their teachers. ഈ ഒരു വിജയത്തിന് കാരണം കുട്ടികളുടെ തന്നെ ഹാർഡ് വർക്കും ടാലൻറ്റും ഡെഡിക്കേഷനുമാണ്, കൂടാതെ ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ടും. The audience and judges praised the outstanding performance of the students. കണ്ടു നിന്ന കാണികളൊക്കെ ഇവരെ ഒത്തിരി അഭിനന്ദിക്കുകയുണ്ടായി. The achievement brought great pride to the school and the efforts of both the students and faculty were widely appreciated. കുട്ടികളുടെയും ടീച്ചേഴ്സിൻ്റെയും ആ ഒരു എഫേർട്ട് സ്കൂളിന് വലിയ അഭിമാനം നൽകുകയും ഒത്തിരി പ്രശംസ നേടിക്കൊടുക്കുകയും ചെയ്തു. ഓക്കെ, ആക്ടിവിറ്റി 3 നോക്കാം. Here is a retold version of the first part of the story. Half a day, go through it. നമ്മൾ ആ ഹാഫ് എ ഡേയിൽ ആദ്യം ആ കുട്ടി പറയുന്ന തുടക്കം ഉണ്ടല്ലേ, ആ കഥയുടെ തുടക്കം, അത് മറ്റൊരു രീതിയിൽ പറയപ്പെടുകയാണ്. നോക്കാം. The boy was walking to school with his father. ആ കുട്ടി അച്ഛനോടൊപ്പം സ്കൂളിലേക്ക് പോവുകയാണ്. His mother was standing at the door watching them. അമ്മ അവരെ നോക്കിക്കൊണ്ട് ഡോറിൻ്റെ അടുത്ത് നിൽക്കുന്നു. They walked through a street lined with gardens. Beyond the gardens there was a vast field. ആ പറഞ്ഞ കാര്യം തന്നെ മറ്റൊരാൾ പറയുന്ന രീതിയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് കേട്ടോ. When do the actions mentioned in the narration takes place? ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോയ രീതിയിൽ അവതരിപ്പിച്ചേക്കുന്നത് അല്ലേ. They take place in the past. Which of these actions were already complete when they were narrated? ഇതിൽ പറയുമ്പോൾ ഏതൊക്കെ ആക്ഷൻസ് ഓൾറെഡി കംപ്ലീറ്റ് ആയത്? The actions expressed in the simple past tense. സിമ്പിൾ പാസ്റ്റിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അല്ലേ, walked, thought, came, അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാണ്. വിച്ച് ഓഫ് ദീസ് ആക്ഷൻസ് വേർ ഇൻ പ്രോഗ്രസ്? ആ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഏതൊക്കെയായിരുന്നു? വാസ് വാക്കിംഗ്, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് അല്ലേ. വാസ് സ്റ്റാൻഡിങ്, വാസ് ആർഗ്യൂയിങ്, വെയർ പ്ലേയിങ്, അവൻ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അവൻ നിൽക്കുകയായിരുന്നു, അവൻ നടക്കുകയായിരുന്നു, തുടർന്നു പോകുന്ന കാര്യങ്ങളാണ്, എന്നാൽ കഴിഞ്ഞു. നൗ പിക്ക് ഔട്ട് ദ സെൻറ്റൻസസ് ഫ്രം ദ പാസേജ് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. ഓക്കെ, അപ്പോൾ കഴിഞ്ഞു പോയ ആക്ഷൻ ഏതൊക്കെ, നടന്നുകൊണ്ടിരുന്ന ആക്ഷൻ ഏതൊക്കെ എന്നാണ് ഇനി നമുക്ക് അറിയേണ്ടത്. ഓൾറെഡി ഒന്ന് തന്നിട്ടുണ്ട്. ദേ വാക്ക് ത്രൂ എ സ്ട്രീറ്റ് ലൈൻഡ് വിത്ത് ഗാർഡൻസ്, അത് കഴിഞ്ഞ കാര്യം അല്ലേ, വാക്ക്ഡ്. ദ ബോയ് വാസ് വാക്കിംഗ് ടു സ്കൂൾ വിത്ത് ഹിസ് ഫാദർ. ആ കുട്ടി ഫാദറിൻ്റെ കൂടെ നടക്കുകയായിരുന്നു, അത് ആക്ഷൻ ഇൻ പ്രോഗ്രസ് ആണ്, നടന്നുകൊണ്ടിരുന്ന കാര്യം. ബിയോണ്ട് ദ ഗാർഡൻസ് ദർ വാസ് എ വാസ്റ്റ് ഫീൽഡ്. വാസ്. ഹിസ് മദർ വാസ് സ്റ്റാൻഡിങ് അറ്റ് ദ ഡോർ. വാസ് സ്റ്റാൻഡിങ്, നടന്നുകൊണ്ടിരുന്ന കാര്യം. ദ ബോയ് തോട്ട് ഹിസ് ഫാദർ വാസ് പണിഷിങ് ഹിം. ദ ബോയ് തോട്ട്, ആ കുട്ടി വിചാരിച്ചു, അപ്പോൾ തോട്ട്. ഹി വാസ് ആർഗ്യൂയിങ് വിത്ത് ഹിസ് ഫാദർ. വാസ് ആർഗ്യൂയിങ്, തർക്കിക്കുകയായിരുന്നു, തർക്കം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം കേട്ടോ. വെൻ ദേ കെയിം ടു ദ സ്കൂൾ ഗേറ്റ്, കെയിം. ഹിസ് ഫാദർ വാസ് ട്രൈങ് ടു കൺവിൻസ് ഹിം. വാസ് ട്രൈങ്. ഹൗ ഡിഡ് യു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ദ 2 ടൈപ്പ് ഓഫ് സെൻറ്റൻസസ്? അതെ, ഒന്ന് കഴിഞ്ഞു പോയ കാര്യവും ഒന്ന് ഓൺ ഗോയിങ്ങും ആണ് അല്ലേ. ഒന്ന് കംപ്ലീറ്റ് ആയ ആക്ഷനാണ്, ഒന്ന് ആക്ഷൻ ഇൻ പ്രോഗ്രസ് ആണ്. അതാണ് അവ തമ്മിലുള്ള ഡിഫറൻസ്. ഓൾറെഡി കഴിഞ്ഞു പോയ കാര്യങ്ങൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്, എന്നാൽ കഴിഞ്ഞു, എന്നാൽ തുടർച്ചയായി നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ആക്ടിവിറ്റി 4. Look at the following sentences and underline the noun phrase in the subject position. One has been done for it. All rustle and bustle ceased. നൗൺ എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു പ്ലേസ് ആവാം അല്ലേ, അല്ലെങ്കിൽ ഒരു നെയിം ആവാം, ഒരു സാധനമാകാം. നെയിമിംഗ് വേർഡാണ് നൗൺ. അപ്പോൾ ഇവിടെ ഓൾ റസിൽ ആൻഡ് ബസിലാണ് നൗൺ ഫ്രേസ്. ദ കോച്ചസ് ഗ്ലൈഡ് ഇൻ ടു സ്പേസ്. ആരാണ് സ്പേസിലേക്ക് ഗ്ലൈഡ് ആയത്? ദ കോച്ചസ്. ദ കോച്ചസ് ആണ് നൗൺ ഫ്രേസ്. മൈ ഫാദർ ഫെൽറ്റ് എ ഡീപ് സോറോ. ആരാണ് വേദനിച്ചത്? ഫാദർ. മൈ ഫാദർ ആണ് നൗൺ ഫ്രേസ്.
ഓൾ സെൻറ്റൻസസ് കൺസിസ്റ്റ് ഓഫ് എ നൗൺ ഫ്രേസ് ആൻഡ് എ വെർബ് ഫ്രേസ്. ഏതൊരു സെൻറ്റൻസിലും നൗണും വെർബും ഉണ്ടല്ലേ, അപ്പോൾ അതിനോട് ഒപ്പമുള്ള ആ വാക്കുകളും കൂടി ചേർത്താൽ നമുക്ക് നൗൺ ഫ്രേസും കിട്ടും, വെർബ് ഫ്രേസും കിട്ടും. നൗ മാർക്ക് ദ നൗൺ ഫ്രേസസ് ആൻഡ് വെർബ് ഫ്രേസസ് ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ് സെൻറ്റൻസ്. നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസിൽ ദ സൗണ്ട് ഓഫ് ദ വീൽസ് ബിക്കംസ് എ സൂത്തിങ് പീസ്ഫുൾ മെലഡി. അപ്പോൾ എന്താണ് മെലഡി ആയി തോന്നിയത്? ദ സൗണ്ട് ഓഫ് ദ വീൽസ്. അപ്പോൾ അതാണ് നൗൺ ഫ്രേസ്. ബിക്കംസ് എ സൂത്തിങ് പീസ്ഫുൾ മെലഡി, വെർബ് ഫ്രേസ് വരും അല്ലേ. ഫാദർ വിൽ സ്ട്രെയിറ്റൻ അപ്പ് ഇൻ ഹിസ് റോക്കിംഗ് ചെയർ. ഫാദർ നൗൺ ഫ്രേസ് ആണ്. വിൽ സ്ട്രെയിറ്റൻ അപ്പ് ഇൻ ഹിസ് റോക്കിംഗ് ചെയർ, വെർബ് ഫ്രേസ്. ഐ വാസ് കമ്മിങ് ടു റിസീവ് ദ നൊബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ. ഇതിൽ നൗൺ ഫ്രേസ് ഐ ആണ്. was coming to receive the Nobel Prize in Literature, verb phrase. The coaches no longer runs on rails and sleepers. എന്താണ് റൺ ചെയ്യാത്തത്? the coaches. അപ്പോൾ coaches ആണ് noun phrase. verb phrase no longer runs on rails and sleepers. My fellow passengers were dozing in their respective corners. ആരാണ് dozing ചെയ്യുന്നത്? my fellow passengers. അപ്പോൾ അതാണ് noun phrase. were dozing in their respective corners, verb phrase ആണ്. I was listening to the rattling of the rain. I ആണ് noun phrase. was listening to the rattling of the rain ആണ് verb phrase. ഓക്കെ, ഇനി നമുക്ക് പസിൽ സോൾവ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് താഴേക്കുള്ള ക്ലൂ ഡൗട്ട്സ്, അപ്രഹെൻഷൻസ്. അതിൻ്റെ ആൻസർ മിസ്ഗിവിങ്സ് ആണ്. ദ ക്വാളിറ്റി ഓഫ് കണ്ടിന്യൂയിങ് വിത്ത് ഡിറ്റർമിനേഷൻ. എന്താണത്? യെസ്, പെർസിയവറൻസ്. വെരി കോംപ്ലെക്സ്, ഇൻട്രിക്കേറ്റ് ആണ്. ലീപ്പിംഗ് ഓർ ജമ്പിങ്, അതിൻ്റെ വാക്ക് ബൗണ്ടിങ് ആണ്. സീരിയസ്, സിവിയർ ഓർ ഹാർഷ് ഇൻ അപ്പിയറൻസ്, ഗ്രിം. A high-pitched shrill or loud sound, screech എന്ന് എഴുതാം. A state of happiness, satisfaction and peace, contentment ആണ്. CONTENTMENT. Filled or crowded, നമുക്കത് thronged എന്ന് എഴുതാം. Not spoiled or damaged, unspoiled ആണ്. And 10th one, angry or bad-tempered look, scowl. ഇനി ആക്ടിവിറ്റി 2 നോക്കാം. റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ്. Deep within me, there was a wondrous joy at receiving the Nobel Prize. So light and soundless was the movement of the train. A wonderful look will come into his eyes. അപ്പോൾ ഇവിടെ ബോൾഡായി കൊടുത്തിരിക്കുന്ന വാക്കുകളുടെ പ്രത്യേകത എന്താ? They provide more information about the nouns that follow them. ആദ്യത്തെ സെൻറ്റൻസിൽ ജോയ് ആണല്ലേ നൗൺ. അപ്പോൾ അതിനെ കുറച്ചും കൂടി വ്യക്തമാക്കി തരുന്നു. എങ്ങനെയുള്ള ജോയ്? വണ്ടറസ് ജോയ്. എങ്ങനെയായിരുന്നു ട്രെയിനിൻ്റെ മൂവ്മെൻറ്റ്? ലൈറ്റ് ആൻഡ് സൗണ്ട്ലെസ്. എങ്ങനെയുള്ള ലുക്കായിരുന്നു? വണ്ടർഫുൾ ലുക്ക്. അപ്പം നൗണിനെ കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ തരുന്ന വാക്കുകളെയാണ് നമ്മൾ അഡ്ജക്റ്റീവ്സ് എന്ന് വിളിക്കുക. അഡ്ജക്റ്റീവ്സ് മേക്ക് ഡിസ്ക്രിപ്ഷൻ റിച്ചർ ആൻഡ് മോർ എഫക്റ്റീവ്. നൗ ഗോ ത്രൂ ദ ഫോളോയിങ് പാസേജ്, ഐഡൻറ്റിഫൈ ദ അഡ്ജക്റ്റീവ്സ് ആൻഡ് നോട്ട് ദം ഡൗൺ. ഇനി നമുക്കത് വായിച്ച് നോക്കാം, ഒരു പാരഗ്രാഫ്. അതിൽ നിന്നും ഏതൊക്കെയാണ് അഡ്ജക്റ്റീവ്സ് എന്ന് മനസ്സിലാക്കാം കേട്ടോ. ഈ ഒരു പാരഗ്രാഫിലെ അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് പിറ്റിഫുൾ, അത് വാണ്ടറേഴ്സിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നു. പെനിലെസ്സും വാണ്ടറേഴ്സിനെ കുറിച്ച് തന്നെ പറയുന്നതാണ്. യൂത്ത്ഫുൾ, ഡേയ്സ്. കെയർ ഫ്രീ, പ്രാങ്ക്സ്. പ്ലേഫുൾ, പ്രാങ്ക്സ്. മെലോഡിയസ് ട്യൂൺ, വിവിഡ് ഹ്യൂസ്. അപ്പം നൗണിനെ അത് വെച്ചൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുകയാണ്. നൗ ലുക്ക് അറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസ് ഫ്രം ദ സ്റ്റോറി ഹാഫ് എ ഡേ. Dust laden winds and unexpected accidents came about suddenly, so we had to be watchful and very patient. In this sentence, dust and laden are combined to create a single descriptive term. ഇവിടെ ഡസ്റ്റ് എന്നും ലാഡ് എന്നുള്ള രണ്ട് വാക്കുകൾ ഒന്നിച്ച് ചേർന്ന് വിൻസ് എന്ന ആ നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുകയാണ്. അങ്ങനെ രണ്ട് വാക്കുകൾ ഒന്നിച്ച് ചേരുന്നതിനെയാണ് നമ്മൾ കോമ്പൗണ്ട് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. രണ്ടോ അതിലധികവുമോ. ഇപ്പോൾ നമുക്ക് കോമ്പൗണ്ട് അഡ്ജക്റ്റീവ് എന്താണെന്ന് മനസ്സിലായി അല്ലേ? അപ്പോൾ ഈ ചാപ്റ്ററിലെ തന്നെ കുറച്ച് കോമ്പൗണ്ട് അഡ്ജക്റ്റീവ്സ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഡസ്റ്റ് ലാഡൻ ഓൾറെഡി തന്നു. അതുകൂടാതെ ഹൈ വോൾഡ്, അതെന്തിനെക്കുറിച്ച് പറയുമ്പോഴായിരുന്നു? ഫോർട്രസ് അല്ലേ. മിഡിൽ ഏജ്ഡ്, ബ്രാൻഡ് ന്യൂ, ഫുൾ പിച്ച്, ഇതൊക്കെ നമുക്ക് ഉൾപ്പെടുത്താം. ഇവിടെ ഒരു ബോക്സ് തന്നിട്ടുണ്ട്, അത് വെച്ചിട്ട് നമുക്ക് എഴുതാം. സോഫ്റ്റ് സ്പോക്കൺ, ഡബിൾ സ്റ്റോറേജ്, റെഡ് ബ്രിക്ഡ്, ട്രീ ലൈൻഡ്, കൈൻഡ് ഹാർട്ടഡ്. അതൊക്കെയാണ് ആൻസർ വരിക. അത് നമുക്കിതിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം. എ സോഫ്റ്റ് സ്പോക്കൺ ഗേൾ lived in a small red bricked house on a quiet tree lined street. Every day she walked to the nearby double storage school where she was taught by a kind hearted teacher. എങ്ങനെയുള്ള ടീച്ചറാണ്? കൈൻഡ് ഹാർട്ടഡ് ടീച്ചർ. അപ്പോൾ കൈൻഡ് ഹാർട്ടഡ് എന്നുള്ളത് അഡ്ജക്റ്റീവ് ആണ്. രണ്ട് വാക്കുകൾ വരുന്നതുകൊണ്ട്, കൈൻഡും ഉണ്ട് ഹാർട്ടഡും ഉണ്ട് അല്ലേ. രണ്ട് വാക്ക് വരുന്നതുകൊണ്ട് അതിനെ നമുക്ക് കോമ്പൗണ്ട് അഡ്ജക്റ്റീവ് എന്ന് വിളിക്കാം. അത്രയേ ഉള്ളൂ. Activity 3. The boy initially fears that life in school will be an unbearable and fearful experience. നമുക്ക് unbearable, enjoyable, extremely തുടങ്ങിയ വാക്കുകൾ ഉണ്ടല്ലേ നമ്മൾ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്നത്. അത് ഏത് വാക്കിൽ നിന്നാണ് വരുന്നത്? unbearable, bear. enjoyable, enjoy.
എക്സ്ട്രീമിലിയോ എക്സ്ട്രീമിൽ നിന്നും അല്ലേ. അപ്പോൾ നമ്മൾ UN അൺ അല്ലെങ്കിൽ ഏബിൾ അല്ലെങ്കിൽ ABLY എന്ന വാക്കുകൾ അതിലേക്ക് ചേർക്കുമ്പോൾ അതിൻ്റെ മീനിങ്സ് മൊത്തത്തിൽ മാറുകയാണ്. അതിനെയാണ് നമ്മൾ അഫിക്സേഷൻ എന്ന് പറയുന്നത്. ഒരു വാക്കിൻ്റെ മുൻപിലാണ് നമ്മൾ വാക്കുകൾ ചേർക്കുന്നതെങ്കിൽ അതിനെ പ്രിഫിക്സ് എന്നും, ഒരു വാക്കിൻ്റെ അവസാനമാണ് നമ്മൾ ഈ ലെറ്റേഴ്സ് ചേർക്കുന്നതെങ്കിൽ അതിനെ സഫിക്സ് എന്നും പറയും. ഫിയറിന് നമുക്ക് ഫിയർഫുൾ ആവും, വാല്യുബിൾ, അൺബിയറബിൾ, എൻജോയബിൾ, എക്സ്ട്രീംലി, അൺബിലീവബിൾ എന്നൊക്കെ എഴുതാം. അഫിക്സും പ്രിഫിക്സും ആഡ് ചെയ്യുന്ന സമയത്തുള്ള വ്യത്യാസങ്ങളും കൂടി ചേർത്ത് കൊടുക്കാം. പ്രിഫിക്സ് ആകുമ്പോൾ ചേഞ്ച് ദ മീനിങ് ഓഫ് ദ വേർഡ്, കൂടാതെ ഇൻഡിക്കേറ്റ് ടൈം ഓർ ഓർഡർ. ഇപ്പോൾ പോസ്റ്റ് ഗ്രാജുവേറ്റ്, പ്രീ വാർ, പ്രീ എന്ന് പറഞ്ഞാൽ മുന്നേ, പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ശേഷം, അപ്പോൾ സമയം കാണിക്കാം. ഇൻഡിക്കേറ്റ് ലൊക്കേഷൻ, സബ്വേ, ഇൻ്റർനാഷണൽ, അങ്ങനെയൊക്കെ. സഫിക്സോ ടെൻസും വെർബും മാറും. ചേഞ്ച് ദ പാർട്ട് ഓഫ് സ്പീച്ച്. ഇപ്പോൾ എൻജോയ് ആണെങ്കിൽ അത് എൻജോയ്മെൻ്റ് ആവും അല്ലേ. എൻജോയുടെ കൂടെ മെൻ്റ് എന്ന് ചേർക്കുമ്പോൾ എൻജോയ്മെൻ്റ് ആവും. അപ്പോൾ അത് ഒരു അഡ്ജക്റ്റീവിന് നമ്മൾ ആഡ്വേർബ് ആക്കി മാറ്റും. അപ്പോൾ പാർട്സ് ഓഫ് സ്പീച്ചിന് തന്നെ മാറ്റം വരും. പിന്നെ പ്ലൂറൽ ഫോംസ്, ക്യാറ്റ്സ് ആവും. പിന്നെ കമ്പാരിസൺ, ഫാസ്റ്റർ ആവും. നൗ ക്രിയേറ്റ് ന്യൂ വേർഡ്സ് ബൈ ആഡിങ് അഫിക്സസ് ഇൻ ടു ദ ബോക്സ്. എഗ്രീയുടെ കൂടെ നമുക്ക് എന്തൊക്കെ ചേർത്ത് കൊടുക്കാം? ഡിസെഗ്രി, സഫിക്സ് ആണെങ്കിലോ എഗ്രിയബിൾ, എഗ്രീയിങ്, എഗ്രീഡ്. എൻജോയ് ആണെങ്കിൽ എൻജോയബിൾ, എൻജോയിങ്, എൻജോയ്ഡ്, എൻജോയ്സ്. ക്വിക്ക് ആണെങ്കിൽ ക്വിക്ക്ലി, ക്വിക്ക്നെസ്. ഫ്ലെക്സ് ആണെങ്കിൽ ഫ്ലെക്സിബിൾ, ഫ്ലെക്സിങ്, ഫ്ലെക്സ്ഡ്. പ്ലേയോ റീപ്ലേ ചെയ്യാം, പ്ലേഫുൾ, പ്ലേയിങ്, പ്ലേഡ്, പ്ലേസ്, റീപ്ലേയിങ്. ഹാപ്പി, അൺഹാപ്പി, ഹാപ്പിലി, ഹാപ്പിനെസ്, അൺഹാപ്പിലി, അൺഹാപ്പിനെസ്. മെർജോ സബ്മെർജ്, മെർജിങ്, മെർജ്ഡ്, മെർജസ്, സബ്മെർജിങ്, സബ്മെർജ്ഡ്. ബിൽഡിങ് റീബിൽഡ്, ബിൽഡിങ്, ബിൽഡ്സ്, റീബിൽഡിങ്. അഫോർഡ്, അഫോർഡബിൾ, അഫോർഡിങ്, അഫോർഡഡ്. എക്സിസ്റ്റൻ്റ് നമുക്ക് നോൺ എക്സിസ്റ്റൻ്റ് ആക്കി മാറ്റാം പ്രിഫിക്സ് ആഡ് ചെയ്തുകൊണ്ട്. അങ്ങനെ ഒരുപാട് വാക്കുകൾ നമുക്ക് ഉണ്ടാക്കാം. Now complete the given narrative adding appropriate affixes. In her vivid dream, Selma Lagerlöf met her late father in his heavenly abode. Overflowing with emotions, she passionately discussed with him the immense gratitude she had for every aspect of life that had helped her achieve the prestigious Nobel Prize. അടുത്ത സെക്ഷൻ ലെറ്റ്സ് കൺവേഴ്സ്. ആക്ടിവിറ്റി 1 ആ ബോയ് എന്താ ചെയ്യുന്നത്? ഫാദറിനോട് ഒപ്പീനിയൻ ചോദിക്കുകയാണ് സ്കൂൾ ലൈഫിനെ പറ്റി. അപ്പോൾ ഫാദർ ആ കുട്ടിയെ കൺവിൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അവരുടെ കോൺവെർസേഷനിൽ അവർ ഉപയോഗിച്ച എക്സ്പ്രഷൻസ് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. വൈ സ്കൂൾസ് നോട്ട് എ പണിഷ്മെൻറ്റ്, ഹൗ ഡിഡ് യു ഫീൽ, ടു ബി ഓണസ്റ്റ്. എക്സ്പ്രഷൻസ് ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ കുറച്ച് എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്, അത് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്യാനാണ് പറയുന്നത്. സീക്കിംഗ് ഒപ്പീനിയൻ, ഒരാളോട് അഭിപ്രായം ചോദിക്കുന്നതും സ്റ്റേറ്റിംഗ് ഒപ്പീനിയൻ, സ്വയം അഭിപ്രായം പറയുന്നതും. അത് 2 കോളത്തിലാക്കി മാറ്റി എഴുതാൻ പറയുന്നു. സീക്കിംഗ് ഒപ്പീനിയനിൽ ഹൗ വുഡ് യു, വാട്ട്സ് യുവർ സ്റ്റാൻഡ്സ് ഓൺ, വാട്ട്സ് യുവർ വ്യൂ പോയിൻറ്റ്സ് ഓൺ, ഇഫ് യു ആസ്ക് മീ. സ്റ്റേറ്റിംഗ്, എൻ്റെ അഭിപ്രായം പറയാനാണെങ്കിലോ ഐ എം ഓഫ് ദ ഒപ്പീനിയൻ ദാറ്റ്, ഇറ്റ് ഇസ് മൈ ബിലീഫ് ദാറ്റ്, ഐ വുഡ് സേ ദാറ്റ്, ഇറ്റ് സീംസ് ടു മീ, from my perspective, from where I stand, in my view, I reckon, I guess. To be honest, I would like to say, as far as I am concerned, to my ways of thinking. ഇവയൊക്കെ പറയാനായിട്ട് സാധിക്കും. നമ്മുടെ സ്റ്റോറിയുടെ അവസാനത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താ എന്നാണ് C സെക്ഷനിൽ ചോദിക്കുന്നത്. അഭിപ്രായങ്ങൾ പറയാനായിട്ട് എക്സ്പ്രഷൻസ് ഉപയോഗിക്കാനും പറയുന്നു. അപ്പോൾ എൻ്റെ ഒപ്പീനിയൻ പറയാം. ഫ്രം മൈ പെർസ്പെക്റ്റീവ്, ദ എൻഡിങ് ഓഫ് ദ സ്റ്റോറി ഈസ് ഡീപ്ലി മൂവിങ് യെറ്റ് സഡൻ. പെട്ടെന്ന് അങ്ങ് അവസാനിച്ച പോലെ തോന്നി. ഫ്രണ്ട്സിൻ്റെ ഒപ്പീനിയനിലോ വാട്ട്സ് യുവർ സ്റ്റാൻഡ്സ് ഓൺ ദ വേ ദ സ്റ്റോറി എൻഡ്സ് നമ്മൾ ചോദിക്കുകയാണല്ലേ. ഹൗ വുഡ് യു ഇൻട്രപ്റ്റ് ദ ട്രാൻസിഷൻ. ആക്ടിവിറ്റി 2A ചോദിക്കുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കാനായി സെൽമ ലാഗർലോഫ് ഉപയോഗിച്ച വാക്കുകൾ എന്തൊക്കെയാണെന്നാണ്. ഐ ഓവ് ദം ഗ്രാറ്റിറ്റ്യൂഡ് എന്നാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ മറ്റു കുറേ എക്സ്പ്രഷൻസും കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി ആഡ് ചെയ്യാൻ പറയുന്നു. I am immensely grateful for your help. Thank you from the bottom of my heart. I cannot thank you enough. Your kindness means the world to me. Accept my deepest thanks. അവ കൂടി ഇതിൻ്റെ കൂടെ നമുക്ക് ഉൾപ്പെടുത്താം. അതിനുശേഷം ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കാർഡ് ഉണ്ടാക്കാനാണ് പറയുന്നത്. ഇവിടെ നല്ല ഭംഗിയിലൊരു ഗ്രാറ്റിറ്റ്യൂഡ് കാർഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കും അതുപോലെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കാർഡ് ഉണ്ടാക്കാം കേട്ടോ. അതിൽ താങ്ക് യു എന്നൊരു വാക്ക് ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. നമുക്ക് ടോപ്പിൽ ഒരു ഡേറ്റ് കൊടുക്കാം, ഡിയർ വെച്ച് തുടങ്ങാം. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ബോഡിയിൽ എഴുതുന്നു, സൈനും കൊടുക്കുന്നു. ലാസ്റ്റത്തെ ഒരു ഗ്രൂപ്പ് പ്രൊജക്റ്റാണ്. ഒരു സ്ക്രീൻ പ്ലേ എഴുതാനാണ് കേട്ടോ. സ്ക്രീൻ പ്ലേയിൽ ആദ്യം തന്നെ എക്സ്റ്റീരിയർ വില്ലേജ് സ്ട്രീറ്റ് മോർണിംഗ്, എവിടെയാണ് ആ ലൊക്കേഷൻ എന്ന് ആദ്യം കൊടുത്തിട്ടുണ്ട്. ആ ലോങ് ഷോട്ടാണോ എന്താണ്, ഏത് തരത്തിലുള്ള ഷോട്ടാണെന്ന് വ്യക്തമായി എഴുതുന്നു. വെരി ലോങ് ഷോട്ട്. അതിലെ എല്ലാ കാര്യങ്ങളും എന്തൊക്കെയുണ്ടോ, ഏത് ഷൂസിൻ്റെ കളർ വരെ അല്ലേ, ബ്ലാക്ക് ഷൂസ്, ഗ്രീൻ സ്കൂൾ യൂണിഫോം, എല്ലാം വളരെ വ്യക്തമായി കൊടുക്കുന്നു. ആരാണ് ക്യാരക്ടേഴ്സ് എന്ന് എഴുതിയിട്ടുണ്ട്.
അവർ പറയുന്ന ഡയലോഗ്സ് വ്യക്തമായി കൊടുക്കുന്നു. നമുക്ക് മീഡിയം ഷൂട്ട്, പിന്നെ ഓവർ ദ ഷോൾഡർ ഷൂട്ട്, ഏതിലേക്കൂടെയാണ് ക്യാമറ പോകേണ്ടത് എന്നിവരെ വ്യക്തമായി എഴുതി കാണാം. ക്ലോസപ്പ് ഷൂട്ട്, സൂം ചെയ്യേണ്ട സമയത്ത് അങ്ങനെ. മീഡിയം ഷൂട്ട്, വൈഡ് ഷൂട്ട് എന്ന് പറയുമ്പോൾ ആ ഒരു സീനറി മുഴുവനായിട്ട് വരും. ക്ലോസപ്പ് ഷൂട്ട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ യങ് ബോയുടെ ആണെങ്കിൽ അവൻ്റെ മുഖം മാത്രമായിരിക്കും ക്ലോസ് ആയിട്ട് വരുന്നത്. ഫെയ്ഡ് ഔട്ട് എന്ന് പറയുമ്പോൾ സീൻ പതിയെ ഇങ്ങനെ മാഞ്ഞു പോകണം. ഇതുപോലെ ഒരു സ്ക്രീൻ പ്ലേ ഉണ്ടാക്കിയതിന് ശേഷം അത് സ്ക്രീനിൽ കാണിക്കാനാണ് പറയുന്നത്. അപ്പോൾ അത്രയാണ് ഈ ഒരു ചാപ്റ്ററിലെ കംപ്ലീറ്റ് ആക്ടിവിറ്റീസ്. ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക്